അച്ഛനറിയായിരുന്നല്ലോ വണ്ടി ഏതാണെന്ന്. പക്ഷെ ആരോടും അച്ഛനത് പറയാൻ പറ്റില്ല. ഇത് എടുത്തിട്ടില്ലേ നമ്മൾ പറയത്തുള്ളൂ. ഇതിൽ നിന്റെ സന്തോഷം കണ്ടു. ഭയങ്കര ഹാപ്പിയല്ലേ? അച്ഛൻ ഭയങ്കര സന്തോഷമാണ്. കാരണം അച്ഛന് ഭയങ്കര ഇഷ്ടമായി വണ്ടി. അച്ഛനൊക്കെ ഏതാണോ ഓടിക്കാൻ പറ്റും. കാറിൽ പോകുമ്പോൾ അച്ഛനും അമ്മയും വരും. തിരിച്ചു വരുമ്പോൾ അച്ഛൻ മറ്റേ കാറിൽ കൊണ്ടുവരും. സന്തോഷമുണ്ട് മാക്സിമം. പക്ഷേ അച്ഛൻ മിസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മുൻപ് ഞാൻ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. അതായത് കല്യാണം കഴിഞ്ഞ് അപ്പോൾ ആ ഒരു ഭാര്യയും ഭർത്താവും അന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റാണ്. അപ്പോൾ ആര് വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഡോർ അവർ തുറക്കില്ല എന്നുള്ളതാണ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവ് ഭാര്യയോടും പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് വന്നത് പിന്നെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ വന്ന് 3 പ്രാവശ്യം കഥയിൽ മുട്ടി. പക്ഷേ തുറന്നില്ല. അവരങ്ങനെയാണല്ലോ വാക്ക് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സെക്കൻഡ് ചാൻസ് ആ ഒരു പെൺകുട്ടീൻ്റെ പാരൻസ് ആണ് കേട്ടോ വന്നത്. അപ്പം ഒരു പ്രാവശ്യം മുട്ടി അവർ ഫസ്റ്റ് ആ ഒരു വാക്കിൻ്റെ മേലെ തുറന്നു കൊടുത്തില്ല. രണ്ടാമത് മുട്ടിയപ്പോഴും ഈ പെൺകുട്ടിക്ക് പിന്നെ അത് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ വേഗം പോയിട്ട് ആ കഥ തുറന്ന് എന്താണ് കാര്യം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് പൊതുവേ അങ്ങനെയാണ്. പെൺകുട്ടികൾ എന്തിൻ്റെ പേരിലായിട്ടുണ്ടെങ്കിലും അവരുടെ പാരൻസിനെയും ബാക്കിയുള്ളവരെയും മാറ്റി നിർത്തില്ല. അതേസമയം ഇവിടെ ഭർത്താവ് ചെയ്തിട്ടുള്ളത് ഭാര്യൻ്റെ വാക്ക് കേട്ടിട്ട് തൻ്റെ അച്ഛനമ്മയും 3 പ്രാവശ്യം കഥയിൽ മുട്ടിയിട്ടും തുറന്നു കൊടുത്തില്ല. അപ്പോൾ ഇത് പിന്നെ എപ്പോഴും പെൺകുട്ടികൾ അങ്ങനെ തന്നെയാണ്. അവർക്ക് എപ്പോഴും വലുത് അവരുടെ പാരൻസ് എന്നായിരിക്കും.